യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റിലെ എക്കാലത്തെയും താരമാണ് ബൊലേറോ വാഹനങ്ങൾ. ബൊലേറോയുമുണ്ട്, ബൊലേറോ നിയോയുമുണ്ട്. മഹീന്ദ്ര ഈ വാഹനങ്ങൾ ഇറക്കിയിട്ട്, പ്രത്യേകിച്ചും പറയുകയാണെങ്കിൽ ബൊലേറോ ഇറക്കിയിട്ട് 25 വർഷങ്ങൾ പിന്നിടുന്നു. 16 ലക്ഷം കസ്റ്റമേഴ്സാണ് അവർക്ക് ഇതുവരെ ലഭിച്ചത്. വാഹനത്തിനെ കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ, കൂടുതൽ സ്റ്റൈലിഷ് ആക്കാൻ, ബോൾഡാക്കാൻ യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റിലെ ആ ഒരു താരപദവി ഒരിക്കലും നഷ്ടമാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വാഹനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. അടിപൊളി ഒരു നിറത്തിൽ, അതായത് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന പുതിയ നിറത്തിലാണ് ബൊലേറോ അവർ അവതരിപ്പിച്ചിരിക്കുന്നത്. ബൊലേറോ നിയോയിലേക്കും പുതിയ 2 കളറുകളൊക്കെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും വാഹനത്തിൻ്റെ വാക്ക് അറൗണ്ട് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൊലേറോയെ കണ്ടപ്പോൾ എൻ്റെ കണ്ണിലേക്ക് ആദ്യം ഉടക്കിയത് ഈ ഒരു മനോഹരമായ നിറമാണ്. കറുപ്പെന്ന് പറഞ്ഞാലും പോരാ, പ്രത്യേകിച്ചിട്ടും പറയണം സ്റ്റെൽത്ത് ബ്ലാക്ക്. ഒരു പ്രത്യേക ഭംഗിയാണ് സ്റ്റെൽത്ത് ബ്ലാക്ക് നിറങ്ങളിലുള്ള വാഹനങ്ങൾക്ക്. അത് തീർച്ചയായിട്ടും ഭയങ്കര രസത്തിലേക്ക് ഈ ഒരു യൂട്ടിലിറ്റി വെഹിക്കിളിലേക്ക് വന്നിരിക്കുന്നു. കൂടുതൽ ബോൾഡായിട്ടാണ് വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്, കൂടുതൽ സ്ലിമ്മറായിട്ടാണ് വാഹനം അവതരിപ്പിച്ചിരിക്കുന്നത്. പുത്തൻ ഗ്രില്ലിലേക്കാണ് വന്നിരിക്കുന്നത്. ബൊലേറോ നിയോയുടെ ഫ്രണ്ട് ഗ്രിൽ ഹൊറിസോണ്ടൽ ക്രോം കൊണ്ടുവന്ന് ഭംഗിയാക്കിയെങ്കിൽ ബൊലേറോയുടെ ഗ്രിൽ ശരിക്കും വെർട്ടിക്കലായിട്ട് തന്നെ നിൽക്കുന്നു. ബൊലേറോയിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു 5 സ്ലാറ്റ് ഗ്രില്ലിന് കൂടുതൽ ഭംഗി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശരിക്കും ഇതിനകത്തേക്ക് വെർട്ടിക്കലായിട്ടുള്ള ഒരു ക്രോം എലിമെന്റ് കൊണ്ടുവന്നിരിക്കുന്നു. ബൊലേറോയിലേക്ക് ഈ ഒരു പുതിയ ലോഗോ, മഹീന്ദ്രയുടെ ലോഗോ വന്നിരിക്കുന്നു. ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നിരിക്കുന്നു. ഈ ഒരു ഫോഗ് ലാമ്പ് പുതിയതാണ്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത്, ശരിക്കും ഇതിൻ്റെ ഒരു ഫ്രണ്ട് മുഖം കൂടുതൽ മനോഹരമായി, കൂടുതൽ ബോൾഡായി, കൂടുതൽ സ്ലിമ്മറായി എന്ന് പറയാം. ബൊലേറോയിലേക്ക് വന്നിരിക്കുന്നത് ഡ്യുവൽ കട്ട് അലോയ് വീലാണ്. 16 ഇഞ്ച് അലോയ് വീലാണ്. ഈ ഒരു വീൽ ആർച്ചും വീലും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് നോക്കുക. ഇതിൻ്റെ ഒരു വീൽ ആർച്ച് വളരെ നീറ്റായിട്ട് തന്നെ അവർ കൊണ്ടുവന്നിരിക്കുന്നു. ഭയങ്കര സ്ട്രോങ് ബോഡി, അതുപോലെ തന്നെ ബോൾഡ് ഡിസൈൻ എന്നൊക്കെയുള്ള കാര്യങ്ങളിലാണ് ശരിക്കും ബൊലേറോ എല്ലായ്പ്പോഴും പിടിച്ചു നിൽക്കുന്നത്. 16 ലക്ഷം കസ്റ്റമേഴ്സ് ഇക്കാലം കൊണ്ട് അവർ നേടിയെന്ന് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ശരിക്കും അക്സെപ്റ്റൻസ് നമുക്ക് മനസ്സിലാകും. ഇവിടെയായിട്ട് സൈഡ് ഇൻഡിക്കേറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്ക് വീണ്ടും പറയാനുള്ളത് ഇതിൻ്റെ ഈ ഒരു സ്റ്റെൽത്ത് ബ്ലാക്ക് നിറത്തിലുള്ള ഈ വാഹനത്തിൻ്റെ ഒരു ഭംഗിയാണ്. ഇവിടെ സൈഡ് ഫുഡ് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും ഹാൻഡിൽസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു. അതുപോലെ തന്നെ എൻ്റെ ഹൈറ്റ് ഇത്രയേ ഉള്ളൂ. നല്ല പൊക്കത്തിലാണ് ഈ സബ് 4 മീറ്റർ യൂട്ടിലിറ്റി വെഹിക്കിൾ വന്നിരിക്കുന്നത്. ശരിക്കും ബൊലേറോ B8 എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഇവിടെയായിട്ട് വന്നു. പെട്രോൾ ടാങ്ക് ഇവിടെയായിട്ടാണ് കാണുന്നത്. ബൊലേറോ നിയോയിൽ കണ്ടതുപോലെ തന്നെ ഇതിൻ്റെ പിൻഭാഗത്ത് ബാഡ്ജിങ്ങിൽ മാത്രമേ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഇതും ഒരു 7 സീറ്റർ വാഹനമാണ്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞു, യൂട്ടിലിറ്റി വെഹിക്കിൾ സെഗ്മെന്റിൽ ഫാമിലിക്ക് കൂടുതൽ കംഫർട്ടിനും ഫാമിലിക്ക് കൂടുതൽ ഉപയോഗിക്കാൻ പര്യാപ്തം എന്ന നിലയിലേക്ക് പൊസിഷൻ ചെയ്തിരിക്കുകയാണ് ബൊലേറോ. അത് നമുക്ക് ഇതിൻ്റെ ഇന്റീരിയർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കുറച്ചും കൂടി പ്രീമിയമാണ് അതിനകത്തെ സീറ്റ് അപ്പോൾസ്ട്രി. നല്ല സീറ്റുകൾ എന്ന് ഇതിനെയും പറയാം. എനിക്ക് തോന്നുന്നത് 7 പേർക്ക് ഇത്രയും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന നിലയിൽ തന്നെയാണ് ബൊലേറോ കൂടുതൽ അക്സെപ്റ്റൻസ് നേടുന്നത്. ഏത് ടെറൈനെയും നിഷ്പ്രയാസം താണ്ടാൻ പറ്റുന്ന ഈ വാഹനത്തിൻ്റെ ഒരു കേപ്പബിലിറ്റി. ഈ ഡോറുകളൊക്കെ തന്നെ അടയുമ്പോഴും അതിൻ്റെ ഒരു ശബ്ദം നോക്കുക. അത്രയ്ക്കും സ്ട്രോങ് ആണ്. ഇതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിന് ഇത്രയധികം അക്സെപ്റ്റൻസ് കിട്ടുന്നതും. വളരെ ചെറിയ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ ഒരു ബൊലേറോ എന്ന വാഹനത്തിൽ ആദ്യമായിട്ടാണ് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വരുന്നത്. എൻ്റെ ഈ ഒരു ഫോണിൻ്റെ വലിപ്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവർ കണക്കുകൾ വ്യക്തമാക്കിയിട്ടില്ല. ടച്ച് സ്ക്രീനാണ്. അപ്പോൾ ഇതിനകത്ത് ഈ മ്യൂസിക് സിസ്റ്റം ഒക്കെ വന്നിട്ടുണ്ട്. AC വെൻറ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഡാഷ്ബോർഡ് ഡിസൈനൊക്കെ നമുക്ക് ഇഷ്ടമാകും. ചെറിയൊരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുണ്ട്. ശരിക്കും നല്ല ക്ലാരിറ്റി ഉണ്ട്. ഒരുപാട് ഫ്ലാഷ് ലൈറ്റുകൾക്കിടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും യൂസർ ഫ്രണ്ട്ലി ആണ്. ശരിക്കും നന്നായിട്ട് കാണാൻ പറ്റും. നമുക്ക് സ്റ്റിയറിംഗ് വീൽ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബൊലേറോ നിയോയിൽ അത് സാധ്യമായിരുന്നു. മാനുവലായിട്ട് സീറ്റുകൾ ഇത് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തത് ശരിക്കും ഇതിൻ്റെ ഗ്ലൗ ബോക്സ് ഇത്ര മാത്രമേ ഉള്ളൂ. ശരിക്കും ബൊലേറോ നിയോയും ബൊലേറോയും തമ്മിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളുണ്ട്. ഒന്ന് പക്കാ യൂട്ടിലിറ്റി വെഹിക്കിൾ എന്ന് പറയുമ്പോൾ ഒന്ന് പക്കാ ഫാമിലി വാഹനം എന്ന് പറയണം. ഇതിൻ്റെ ഒരു ഹാൻഡ് ബ്രേക്ക് ഇവിടെയായിട്ട് വരുന്നു. ഇവിടെ യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട്. ഇവിടെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസസ് ഉണ്ട്. ശരിക്കും ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭംഗിയേക്കാൾ നമ്മളെ ഇമ്പ്രസ് ചെയ്യുന്നതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. ഓരോ ഡോറുകൾ അടയ്ക്കുമ്പോഴും അതിൻ്റെ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ഒക്കെ തന്നെ നമുക്ക് മനസ്സിലാകും. സീറ്റിംഗ് കംഫർട്ട്
നന്നായിട്ടുണ്ട്. സീറ്റ് അപ്പോൾസ്ട്രി ഇഷ്ടമായി. ഇതൊരു റഫ് ടെറൈനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത വാഹനമാണ്. അതുപോലെ തന്നെ ഒരു റഫ് ലുക്കിലുള്ള വാഹനമാണ്. അപ്പം എന്തായാലും നീറ്റായിട്ട് അവർ എല്ലാം ചെയ്തിട്ടുണ്ട്. റൂഫ് ലാമ്പ് വന്നിട്ടുണ്ട്. നല്ല ഹെഡ് റൂമുകളാണ് വന്നിരിക്കുന്നത്. സീറ്റ് ബെൽറ്റുകളെല്ലാം കൊടുത്തിരിക്കുന്നു. ഏതൊരു ടെറൈനും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം, അത്രയ്ക്കും കേപ്പബിളായ വാഹനം, അത്രയ്ക്കും ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാഹനം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെറൈൻ ഏതായിക്കോട്ടെ വാഹനം അതെല്ലാം ഈസി ആയിട്ട് താണ്ടണം എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട ടെക്നോളജികളെല്ലാം തന്നെയും ഒന്നും കൂടി എൻഹാൻസ് ചെയ്തിരിക്കുകയാണ് പുത്തൻ ബൊലേറോയിൽ. അപ്പോൾ ഇതിൽ ഏറ്റവും പറയാനുള്ളത് ഇതിനകത്തേക്ക് അഡ്വാൻസ്ഡ് റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ടെക്നോളജി വന്നിരിക്കുന്നു. അതേപോലെ സുപ്പീരിയർ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഏതൊരു ടെറൈനിലൂടെ പോകുമ്പോഴും വാഹനം സ്റ്റെബിലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിരിക്കുന്നു. കൺട്രോൾ ആൻഡ് ഷോക്ക് അബ്സോർപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വാഹനത്തെ മൊത്തത്തിൽ അതിനെ നിർമ്മിച്ചിരിക്കുന്നത് തന്നെ, അല്ലെങ്കിൽ ഇത് ജനിച്ചിരിക്കുന്നത് തന്നെ എല്ലാ ടെറൈനെയും താണ്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ടെറൈനുകൾക്ക് വേണ്ടിയിട്ടും വളരെ സ്മൂത്തായിട്ട് ഈ വാഹനം അതിനെയെല്ലാം താണ്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ എൻജിനീയറിംഗ് അങ്ങനെ കൂടുതൽ മികവാർന്ന രീതിയിലാണ് പുത്തൻ ബൊലേറോയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബൊലേറോയുടെ ഒരു കോർ DNA അൺചേഞ്ച്ഡ് ആണ് എന്ന് പറയുന്നു. ബൊലേറോ നിയോയിലും ഞാനത് പറഞ്ഞു. അപ്പം ഇതിൽ എംഹോക്ക് എഞ്ചിനിൽ എത്തുന്നത് 75 bhp പവറിലും 210 Nm ടോർക്കിലുമാണ്. ബോഡി ഓൺ ഫ്രെയിം കൺസ്ട്രക്ഷനിലാണ് വാഹനം വരുന്നത്. മറ്റൊന്ന് എടുത്തു പറയാനുള്ളത് ബൊലേറോയ്ക്ക് B4, B6, B6 ഓപ്ഷണൽ, B8 എന്ന 5 വേരിയന്റുകളാണുള്ളത്. B8 എന്ന വേരിയന്റിനൊപ്പമാണ് ഞാനിപ്പോൾ ഉള്ളത്. B8 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പുത്തൻ വേരിയന്റ് ആണ്. ശരിക്കും B6 ഓപ്ലസിനെ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ് B8. ശരിക്കും നേരത്തെ B6 വരെ ഉണ്ടായിരുന്നു. പുതുതായിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്ന വേരിയന്റ് ആണ് B8. B8നോടൊപ്പം തന്നെ 3 വേരിയന്റുകൾ കൂടിയാണ് ബൊലേറോയ്ക്ക് ഉള്ളത്. ഇതിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ പുതിയ ഗ്രിൽ വന്നിരിക്കുന്നു, പുത്തൻ കളർ അതായത് സ്റ്റെൽത്ത് ബ്ലാക്ക് വന്നിരിക്കുന്നു, ഡയമണ്ട് കട്ട് അലോയ് വീൽ വന്നിരിക്കുന്നു, ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം വന്നിരിക്കുന്നു, മ്യൂസിക് സിസ്റ്റം വന്നിരിക്കുന്നു, സ്റ്റിയറിംഗ് മൗണ്ടഡ് ഓഡിയോ കൺട്രോൾസ് എല്ലാം തന്നെ വന്നിരിക്കുന്നു. 4 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ് വാഹനത്തിലേക്ക് നൽകിയിരിക്കുന്നത്. ചെറിയ ഒരു ഓഡിയോ കൺട്രോൾസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട്. എന്നാൽ പോലും അത് പുതിയ അഡീഷണൽ ഫീച്ചേഴ്സ് ആയിട്ട് അവർ പറയുന്നു. കാരണം നേരത്തെ ഇത് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല, മ്യൂസിക് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം തന്നെയും വന്നിട്ടുണ്ട്. അഡ്വാൻസ്ഡ് സീറ്റ് കംഫർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ലെതറൈറ്റ് സീറ്റ് അപ്പോൾസ്ട്രി വന്നിട്ടുണ്ട്. ഈ അപ്പോൾസ്ട്രി എനിക്ക് ഇഷ്ടമായി. ശരിക്കും ഈ വാഹനത്തിൻ്റെ സ്വഭാവത്തിന് തീർച്ചയായിട്ടും യോജിക്കുന്ന രീതിയിലുള്ള ഒരു കളർ ടോൺ ഒക്കെയാണ്. നല്ല ഭംഗിയുള്ള ഒരു സീറ്റ് അപ്പോൾസ്ട്രി എന്ന് പറയുന്നു. അതുപോലെ തന്നെ റൈഡ് ഫ്ലോ ടെക് എന്ന് പറഞ്ഞ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നിരിക്കുന്നു. ഫോഗ് ലാമ്പ് കൊണ്ടുവന്നിരിക്കുന്നു. അത് പുതിയ ഒരു അപ്ഗ്രേഡാണ്. നമ്മളോടൊപ്പം ഉള്ളത് ഏറ്റവും പ്രീമിയം വേരിയൻ്റ് ആണ് എന്നുകൂടി എടുത്തു പറയുന്നു. USB ചാർജേഴ്സ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ബോട്ടിൽ ഹോൾഡർ, ഡോർ ട്രിമ്മുകളിലെല്ലാം തന്നെ വന്നിരിക്കുന്നു. ഇത്രയൊക്കെയാണ് പുതിയ അഡീഷണൽ ഫീച്ചേഴ്സ്. ഇതിൻ്റെ ഏറ്റവും പ്രീമിയം വേരിയൻറ്റിൽ വന്നിരിക്കുന്ന പുതുതായി വന്നിരിക്കുന്ന വേരിയൻ്റായ B8ലെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്.